3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അരക്കൊല്ല പരീക്ഷയ്ക്ക് 5, 6, 7 പാഠങ്ങളാണ് ലിസാനുൽ ഖുർആനിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. 1ാം പാഠം മുതലുണ്ടെങ്കിലും കൂടുതൽ ചോദ്യം 5, 6, 7 പാഠങ്ങളാണ്. അതിൽ 5ാം പാഠത്തിൻ്റെ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് യൂട്യൂബിൽ പോയി കാണുക. അത് യൂട്യൂബ് നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്, യൂട്യൂബിൽ അതുണ്ട്. നമ്മൾ 6ാമത്തെ പാഠമാണ് നോക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് അല്ലേ. ഒരു ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഭാഗങ്ങളെ പേരാണ്. ഭാഗം എന്ന് പറഞ്ഞാൽ വലത് ഭാഗം, ഇടത് ഭാഗം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിനൊക്കെ എങ്ങനെ അറബിയിൽ പറയാം? വലത് ഭാഗം ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വലത്, ഇടത്, മുകള്, താഴെ എന്നൊക്കെ പറയില്ലേ. അതിനെങ്ങനെ അറബിയിൽ പറയാം? അതാണ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. അമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ. ഇപ്പം നമ്മൾ പറയും നീ എൻ്റെ മുന്നിൽ നടക്കുമെന്ന് പറയും. അപ്പോൾ മുന്നിൽ എന്ന് നമ്മൾ അങ്ങനെ അറബിയിൽ പറയും? അമാം. ഇനി വലത് എന്നിങ്ങനെ പറയാം യമീൻ. ഷിമാൽ ഇടത്. പിന്നെ വറാ പിന്നിൽ, തഹ്ത താഴെ, ഫൗക മുകളിൽ. അപ്പോൾ ഇതൊക്കെ ഓപ്പോസിറ്റാണ് അല്ലേ. അതായത് താഴൻ്റെ ഓപ്പോസിറ്റാണ് മുകള്, വലതിൻ്റെ ഓപ്പോസിറ്റ് ഇടത്, അങ്ങനെ. അപ്പോൾ വലത്, ഇടത്, മുന്നിൽ, ബാക്കിൽ, മുകള്, താഴെ. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. 2 ഓരോ ജോഡിയാണ് അല്ലേ. ഫസ്റ്റ് വലത്, ഇടത്, പിന്നെ മുമ്പിൽ, ബാക്കിൽ, പിന്നെ മുകള്, താഴെ, ഇങ്ങനെയല്ലേ. അപ്പോൾ അതിൻ്റെ അറബി എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പാഠത്തിൻ്റെ ഹെഡിങ്ങിലൊരു കാര്യം പറയുന്നുണ്ട്. അമാമൽ മാഇദ, സുപ്രയുടെ മുന്നിൽ. അപ്പോൾ അമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ, മാഇദ പറഞ്ഞാൽ സുപ്ര എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച ആ സുപ്ര, അതിനാണ് സുപ്ര എന്ന് പറയും, മാഇദ എന്ന് പറയും. അപ്പോൾ മാഇദയുടെ മുമ്പിൽ. അപ്പോൾ മുമ്പിലാണ് നമ്മൾ ആദ്യ പാഠത്തിൻ്റെ ഹെഡിങ്ങിലൂടെ പഠിക്കുന്നത്. എന്താണ് മുമ്പിൽ എന്ന വാക്കിന് എങ്ങനെ അറബിയിൽ പറയാം? അമാം, 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 അമാം. എന്താണ് അർത്ഥം? മുമ്പിൽ, മുമ്പിൽ, മുമ്പിൽ. ഇനി ബാക്കിന് എന്താ പറയാ? അതിൻ്റെ കൂടെ തന്നെ പഠിക്കാം, വറാ. അമാം, വറാ. ഇനി നോക്കാം. സ്വല്ല അഅ്ളാ ഉൽ ഉസ്റത്തി. സ്വല്ല എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിച്ചു. അഅ്ളാ ഉൽ ഉസ്റത്തി വീട്ടിലെ ആളുകൾ. സ്വലാത്തു ലുഹ്രി, ലുഹ്ർ നിസ്കാരം, ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ഫഹളറത്തിൽ ഉമ്മ കൊണ്ടുവന്നു ഭക്ഷണം. അലൽ മാഇദത്തി, സുപ്രയിൽ ഉമ്മ എന്ത് ചെയ്തു? ഭക്ഷണം പ്രസന്റ് ആക്കി എന്ന് പറഞ്ഞാൽ ഭക്ഷണം സെറ്റാക്കി വെച്ചു. വജലസു, അവരെല്ലാവരും ഇരുന്നു. അമാമൽ മാഇദ, സുപ്രയുടെ മുമ്പിൽ. കണ്ടോ? അമാം, അമാം. ബഅദ ഗസ്ലിൽ യദ്, എപ്പോഴാ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും അറിയാം? കൈ കഴുകിയിട്ട് അല്ലേ. യദ് പറഞ്ഞാൽ കൈയാണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗസ്ൽ പറഞ്ഞാൽ എന്താ? കഴുകുക. അപ്പോൾ കൈ കഴുകിയതിന് ശേഷം ജലസൽ അബു, അബു പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പ. അപ്പോൾ ഉപ്പ ഇരുന്നു. ഫി യമീനി ജാസിർ, ജാസിറിൻ്റെ വലതുവശത്ത്. അപ്പോൾ ഇതാണ് ജാസിർ. ജാസിറിൻ്റെ വലത് കൈ ഇതാണ്. അപ്പോൾ ജാസിറിൻ്റെ വലത് കൈ എവിടെയാണോ അവിടെയാണ് വലതുവശം. ജാസിറിൻ്റെ വലതുവശം ഇതാണ്. അപ്പോൾ ഇതിനാണ് യമീൻ ജാസിറിൽ ആരാ ഉള്ളത്? അബ്. അടുത്തത് വഫി ഷിമാലിഹി, അപ്പോൾ ഇവൻ്റെ ഇടത്തെ കൈ ഇതാണ്. അപ്പോൾ ഇടത്തെ കൈ ഭാഗത്ത് ആരാ ഉള്ളത്? ഉമ്മ ഉണ്ട് അല്ലേ. ഉമ്മുഹു വഖ്തുഹു അനീസ, സഹോദരി. ഇവൻ്റെ സഹോദരിയാണ് അനീസ. വഖാലു, അവരെല്ലാവരും പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബദഉ അൽ അക്ൽ, അവർ തിന്നാൻ തുടങ്ങി. ഹുനാക ബാഖത്തു അസ്ഹാർ, ബാഖത്തു അസ്ഹാർ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടക്കാണ് പറയുക, ബാഖത്തു അസ്ഹാർ. കണ്ടോ? ഇതാണ് ബാഖത്തു അസ്ഹാർ. ഹുനാക ബാഖത്തു അസ്ഹാർ അല ത്വാവിലത്തി, മേശൻ്റെ മുകളിൽ. വറാ അൽ അബി, ഉപ്പാൻ്റെ പിന്നിൽ അല്ലേ. ഉപ്പാൻ്റെ ബാക്കിലാണ് ഈ ടേബിൾ ഉള്ളത്. കണ്ടോ? ഉപ്പ ഇരിക്കുന്നതിൻ്റെ ബാക്കിലാണ് ടേബിൾ ഉള്ളത്. അടുത്തത് വജാ അൽ കിത്തു, കിത്തു പറഞ്ഞാൽ പൂച്ച കേട്ടോ. പൂച്ച വന്നു. വജലസ, ഇരുന്നു. തഹ്ത ത്വാവിലത്തി, മേശൻ്റെ താഴെ. പൂച്ച ഇവിടെ ഇതാ മേശൻ്റെ താഴെയാണ് അല്ലേ പൂച്ച ഇരിക്കുന്നത്.
അപ്പോൾ താഴെ എന്നുള്ളതിന് അവിടെ പഠിച്ചു തെഹ്ത. തെഹ്ത താഴെ. അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ താ അല്ലേ, താഴെ എന്ന് പറയുമ്പോൾ താ. അപ്പോൾ അറബിയിൽ പറയുമ്പോഴും തെഹ്ത. രണ്ടിൻ്റെ തുടക്കത്തിൽ താ എന്നാണ്. വക്കാനത്തിൽ മിർവാഹത്ത് തദൂർ ഫൗഖഹും. മിർവാഹത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് മിർവാഹത്ത്. മിർവാഹത്ത് എന്താണ്? ഫാന്. ഫാൻ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. ഫൗഖഹും അവരുടെ മുകളിൽ. വബഅദൽ അക്ലി തിന്നതിന് ശേഷം കാലു അവർ പറഞ്ഞു അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. നമ്മൾ ഇങ്ങോട്ട് പോവാം. ഇവിടെ ഈ 6 ഭാഗങ്ങളുടെയും അർത്ഥം കൊടുത്തിട്ടുണ്ട്. അമാമൽ വാക്കുകൾ. അമാമൽ മാഇദ സുപ്രയുടെ മുന്നിൽ, തഹ്ത ത്വാവിലത്തി ടേബിളിന് താഴെ, ഫി യമീന് ജാസിറിന്റെ വലതുവശത്ത്, വറാ അൽ അബി ഉപ്പാന്റെ ബാക്കിൽ, ഫി ഷിമാലിൽ ഉമ്മി ഉമ്മയുടെ ഇടതുവശത്ത്, ഫൗഖഹും മുകളിൽ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട പണി ഞാൻ പറഞ്ഞുതരാം. ഈ 6 ഭാഗങ്ങൾ കാണാതെ പഠിക്കുക, അതിൻ്റെ മീനിങ്ങും പഠിക്കുക. അത് പഠിക്കാനുള്ള സ്ഥലമാണിത്. ഫൗഖ്, തഹ്ത്ത്, അമാമ്, വറാ ഇവൻ്റെ ബാക്കിലുണ്ടാവുക. പിന്നെ യമീന്, ഷിമാല്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ജോഡിയായിട്ട് പഠിച്ചാൽ മതി. എങ്ങനെ? ഓപ്പോസിറ്റുകൾ ജോഡിയായിട്ട് പഠിക്കുക. ഫസ്റ്റ് യമീന്, ഷിമാല്. യമീന് പറഞ്ഞാൽ ഇവൻ ഭക്ഷണം കഴിക്കുന്ന കൈ ഇതല്ലേ, അപ്പോൾ ഇതാണ് ഇവൻ്റെ വലതുവശം. യമീന്, ഷിമാല്, യമീന്, ഷിമാല്, യമീന്, ഷിമാല്. പിന്നെ ഫൗഖ തഹ്ത്ത്, ഫൗഖ തഹ്ത്ത്, ഫൗഖ തഹ്ത്ത്. അപ്പോൾ എത്രണ്ണായി? 4 പഠിച്ചു. ഇനി എന്താണ്? അമാമ്, വറാഗ്, അമാമ്, വറാഗ്. അപ്പോൾ 6 വറാഗ് കണ്ടില്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴാണ് വറാഗ് കാണുക. അമാമ്, വറാഗ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 6 ഭാഗങ്ങൾ പഠിക്കുക. അപ്പം ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അറബി ഓർമ്മ വരണം. വലത് യമീൻ, ഇടത് ഷിമാൽ, മുകൾ ഫൗഖ, താഴെ തഹ്ത്ത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചേ മതിയാകൂ. അതല്ലാതെ ഈ പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കഴിയൂല. പിന്നെ അവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പാഠത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ നല്ലോണം നോക്കിയിട്ട് പോവുക. കാരണം ആ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുപോലത്തെ ചോദ്യങ്ങളാണ് വരിക. നുക്കമിൽ ബി അസ്മായിൽ ജിഹാത്തി വനുത്തർജിമുഹ കമാഫിൽ മിസാൽ. ഇതിനെന്ത് ചെയ്യണം? അമാമ്, വറാ പോലത്തെ പേരുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. അപ്പോൾ അമാമൽ മദ്രസത്തി ബുസ്താനുൻ. അമാമ് പറഞ്ഞാൽ എന്താ? മുന്നിൽ. ഇനി ഇവിടെ എന്താ? വറാ അൽ ബൈത്തി ജബലുൻ സഗീർ. അപ്പോൾ ഇവിടെ വറാ എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം ഉണ്ട്, എളുപ്പമാണ് അല്ലേ? ഈ ഉത്തരം ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. പക്ഷെ ഇതിൻ്റെ അർത്ഥമാണ് നിങ്ങൾ എഴുതേണ്ടത്. വറാ പിന്നിൽ. അപ്പോൾ ഇവിടെ പിന്നിൽ എഴുതണം. അടുത്ത് നംഷി ഡാഷ് ഫി ഷാരി. നംഷി ഫി യമീൻ ഷാരി. ഷാരി എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്. റോഡിൻ്റെ ഏത് വശത്തുകൂടിയാണ് നടന്നു പോവുക? യമീനിലൂടെ അല്ലേ? അടുത്ത നബുസുഖു ഇല ഷിമാലിന. നബുസുഖ് പറഞ്ഞാൽ തുപ്പുക. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് തുപ്പേണ്ടത്? ഇടത് ഭാഗത്തേക്ക്. അപ്പോൾ ഷിമാല്. യജ്ലിസുൽ കിത്തു ഡാഷ് അത്വാവിലത്തി തഹ്ത ത്വാവിലത്തി. കിത്ത് പറഞ്ഞാൽ പൂച്ച. അത് ഓർത്ത് വെച്ചാൽ മതി. പൂച്ച മേശയുടെ താഴെയാണെന്നുള്ള ഓർമ്മ ഉണ്ടായാൽ മതി. യത്തീറുൽ ഖുറാബു ഫൗക്കൽ ബൈത്തി. ഖുറാബ് പറഞ്ഞാൽ കാക്ക. അത് ഓർമ്മ വേണം. ബൈത്ത് പറഞ്ഞാൽ വീട്. അപ്പോൾ വീടിൻ്റെ മുകളിലൂടെ കാക്ക പറക്കുന്നു. ഇനി ഇതിൻ്റെ മീനിങ് പഠിക്കാം. അമാമ് മുന്നിൽ, വറാ പിന്നിൽ, യമീന് വലത്, ഷിമാല് ഇടത്, തഹ്ത്ത് താഴെ, ഫൗക്ക് മുകളിൽ. അപ്പോൾ ഇത് പഠിക്കാൻ തഹ്ത്ത് പഠിക്കാൻ താഴെ തഹ്ത്ത് കണ്ടോ? അതൊരു ഷോർട്ടാണ്. അതായത് താഴെ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ താ ഉണ്ട്, അറബിയിൽ പറയുമ്പോൾ തഹ്ത. തഹ്ത താഴെ, തഹ്ത താഴെ. ഇനി പിന്നെ ജോഡിയായിട്ട് പഠിക്കേണ്ടത് എന്താണ്? അമാമ് വറാഗ്, അമാമ് വറാഗ്. പിന്നെ യമീൻ ഷിമാൽ. ഇത് രണ്ടും ഓർത്ത് വെക്കാനൊരു എളുപ്പമുണ്ട്. നമ്മൾ വലത് ചോറ് നിന്ന കൈ അത് യമീനാണ്. നമ്മൾ ചോറ് നിന്ന കൈക്ക് ഒരു പേരിട്ട് വെക്കുക. എന്താണ് പേര്? യമീൻ. ഇനി മറ്റേ കൈയിന് ഒരു പേര്, പുതിയ പേരിട്ടു. എന്താണ്? ഷിമാൽ. ഷിമാൽ കൈ, യമീൻ കൈ. പിന്നെ ഫൗക്ക് പറഞ്ഞാൽ മുകള്, തഹ്ത്ത് പറഞ്ഞാൽ താഴെ. ഇനി ഓപ്പോസിറ്റ് എഴുതാനും വരും ഇവിടെ. ഓപ്പോസിറ്റ് ഒക്കെ നിങ്ങൾ സിമ്പിളായിട്ട് എഴുതും. വളരെ സിമ്പിളാണ് അല്ലേ? അമാമിൻ്റെ ഓപ്പോസിറ്റ് എന്താ? വറാഗ്. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വറാഗ് തന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ അമാമ എഴുതിയാൽ മതി. അമാമ് വറാഗ്, ഫൗക്ക തഹ്ത, യമീന് ഷിമാല്. പിന്നെ അപ്പം ഷിമാല് ചോദിച്ചാൽ ഉണ്ടാവും. ഷിമാല് ചോദിച്ചാൽ എന്ത് ചെയ്യണം? യമീൻ എഴുതണം. വറാഗ് ചോദിച്ചാൽ അമാമ എഴുതണം. തഹ്ത്ത് ചോദിച്ചാൽ ഫൗക്ക എഴുതണം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയാണ് പഠിക്കാനുള്ളത്. ഇവിടെ കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്.
നമ്മളെ മുഖത്തോട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ചോറ് തിന്നണ കൈ ഏതാ നിങ്ങൾ പറയൂ? ഇതാണോ ഇതാണോ? ഇതാണ് അല്ലെ? അപ്പം ഇതാണ് വലത്. പക്ഷെ ഇവിടെ ഈ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം നമ്മളിരിക്കുന്ന പോലെ. അപ്പം നമ്മളുടെ വലത് കൈ എവിടെയാണോ അവിടെ ആയിരിക്കും ഈ കുട്ടീൻ്റെ യമീൻ. അപ്പോൾ നമ്മളെ വലത് കൈ ഈ ഭാഗത്താണ്, അപ്പോൾ കുട്ടീൻ്റെ വലത് കൈ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എന്താ ഇതുണ്ട്? യമീന്. അപ്പോൾ ഇവിടെ യമീന് കിട്ടിയാൽ ഇവിടെ ഷിമാലായിരിക്കും. കട എളുപ്പം പണിയണ്ട. ഒരു സ്ഥലത്ത് കിട്ടിയാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായിരിക്കും. അപ്പോൾ ഇവിടെ യമീനാണെങ്കിൽ ഇവിടെ ഷിമാലാണ്. ഇനി ഇത് എല്ലാവർക്കും അറിയാം, എന്താ? താഴെ തഹത്താണ്, അപ്പോൾ ഇവിടെ ഫൗക്കാണ്. വറാവ് അമാമ് പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ ചിത്രം തന്നിട്ട് ഒരുപക്ഷെ എഴുതാനും വന്നേക്കാം. വളരെ സിമ്പിളായിരിക്കും ആ ചോദ്യം. ഇനി ഈ ചോദ്യം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ എന്താ പറയുന്നത്? നസ്ലുബിൽ മുനാസിബൈനി കമാഫിൽ മിസാൽ. ഉദാഹരണത്തിൽ പോലെ രണ്ടെണ്ണം എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ഓരോന്നിന് രണ്ടെണ്ണം യോജിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അമാമൽ ബൈത്തി, ഇങ്ങോട്ടും വരച്ചിട്ടുണ്ട് ഇങ്ങോട്ടും വരച്ചിട്ടുണ്ട് അല്ലേ? എന്താ അർത്ഥം? അമാമൽ ബൈത്തി നെഹ്റുൻ സഗീറുൻ. അമാമൽ ബൈത്തി വീടിൻ്റെ മുമ്പിൽ, നെഹ്റുൻ സഗീറുൻ ചെറിയ പുഴയുണ്ട്. അമാമൽ ബൈത്തി യനാമുൽ ഖനമു. അമാമൽ ബൈത്തി വീടിൻ്റെ മുമ്പിൽ, യനാമുൽ ഖനമു ആട് ഉറങ്ങുന്നു. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനും ഇതുപോലെ കണ്ടെത്തണം. യതീറു ത്വായിറു. യതീറു ത്വായിറു എന്താ? യതീറു പറഞ്ഞാൽ പറക്കുക, ത്വായിറു പറഞ്ഞാൽ പക്ഷി. പക്ഷി പറക്കുന്നു. എന്താ? ഫൗക്കൽ ജബലി, എന്തിനു മുകളിൽ? മലയുടെ മുകളിൽ. പിന്നെ അടുത്തത് വറാ അൽ ജിദാരി, വറാ അൽ ജിദാരി യനാമുൽ ഖനമു. വറാ അൽ ജിദാരി യനാമുൽ ഖനമു. പിന്നെ വറാ അൽ ജിദാരി നെഹ്റുൻ സഗീറുൻ. അപ്പോൾ ഇത് രണ്ടിലേക്കുമായി. അടുത്തത് യൽ അബുൽ ഇബ്നു, യൽ അബുൽ ഇബ്നു എന്താ? തഹ്ത ഷജറത്തി. യൽ അബു പറഞ്ഞാൽ കളിക്കുന്നു. ആര് കളിക്കുന്നു? മോന് കളിക്കുന്നു. തഹ്ത ഷജറത്തി മരത്തിന് താഴെ. അതുപോലെ യൽ അബുൽ ഇബ്നു ഫൗക്കൽ ജബലി മലയുടെ മുകളിൽ. അത് രണ്ടും പറ്റും. ഇവിടെ ഇതിന് നമ്മൾ രണ്ടെണ്ണം കാണിച്ചിട്ടില്ല അല്ലേ? യതീറു ത്വായിറു ഫൗക്കൽ ജബലി, യതീറു ത്വായിറു തഹ്ത ഷജറത്തി. ഇത് രണ്ടും പറ്റും. അപ്പോൾ ത്വായിർ പക്ഷി പറക്കുന്നു, മരത്തിന് താഴെ മലയുടെ മുകളിൽ. ഇത് രണ്ടും ഇതിന് ജോയിൻ്റ് ആക്കുക. വറാ അൽ ജിദാറിന് രണ്ടെണ്ണം കിട്ടിയോ? കിട്ടി. ഏതൊക്കെയാ? വറാ അൽ ജിദാരി യനാമുൽ ഖനമു, വറാ അൽ ജിദാരി നെഹ്റുൻ സഗീറുൻ. യൽ അബുൽ ഇബ്നു രണ്ടെണ്ണം കിട്ടിയോ? കിട്ടി. യൽ അബുൽ ഇബ്നു തഹ്ത ഷജറത്തി, യൽ അബുൽ ഇബ്നു ഫൗക്കൽ ജബലി. ഓക്കെ. അപ്പോൾ ഓരോന്നിനും രണ്ടെണ്ണം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രധാനം. അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ അപ്പുറത്തേക്ക് പോവാം. ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നഖ്താറുൽ കലിമാത്തി മിനൽ മുറബ്ബഅ വ നുറത്തിബു അൽ ബഹായിം ഫി യമീനിൽ ഇബിൻ. ഈ കുട്ടിയുടെ വലതുവശം ഏതാ? ഈ കുട്ടിയുടെ വലതുവശം ഇതാണ് അല്ലേ? കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ചോറ് നിന്ന കൈ ഏതാണോ അവിടെയാണ് വലതുവശം. ഇവിടെ മൃഗങ്ങളെ പേരെഴുതണം. ഈ പെട്ടിയിൽ മൃഗങ്ങളെ പേരുണ്ട്, അത് മാത്രം ഇവിടെ എഴുതണം. അടുത്ത് വൽ ഖദറവാത്ത് തഹ്തഹു. പിന്നെ പച്ചക്കറികൾ എന്ത് ചെയ്യണം? താഴെ എഴുതണം, ഇവിടെ ഈ പെട്ടിൻ്റെ താഴെ. അടുത്ത് തുയൂറു ഫി ഷിമാലിഹി. ഇടതുവശത്ത് പക്ഷികൾ എഴുതണം. വദവാത്തുൽ മൻസിലി ഫൗഖഹു. വീട്ടുപകരണങ്ങൾ മുകളിൽ എഴുതണം. അപ്പോൾ ഈ പെട്ടിയിൽ എല്ലാം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ മൃഗമാണോ അല്ല വീട്ടുപകരണമാണോ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം. ഫസ്റ്റ് നോക്കാം. ത്വാവിലത്തുൻ. ത്വാവിലത്തുൻ ടേബിളാണ് അല്ലേ? അപ്പോൾ ടേബിൾ വീട്ടിലെ ഉപകരണമാണ്. വീട്ടിലെ ഉപകരണം എവിടെയാണ് എഴുതേണ്ടത്? മുകളിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ത്വാവിലത്ത് വരേണ്ടത്. അടുത്ത് ബാമിയ. ബാമിയ വെജിറ്റബിൾ ആണ് അല്ലേ? വെജിറ്റബിൾ എവിടെ എഴുതേണ്ടത്? നേരെ താഴെ, ഏറ്റവും താഴെ. അടുത്ത് ബബുഗാവുൻ. ബബുഗാവുൻ തത്തയാണ് അല്ലേ? അത് ഇടതുവശത്ത്. ഖനമുൻ മൃഗാണ്, ആട്, അതിവിടെ. അപ്പം ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാലേ ഇത് കഴിയുള്ളൂ. അർണബ്. അർണബ് എവിടെയാണ്?
മൃഗത്തിൽ. അടുത്ത തൊമാത്തിമു. തൊമാത്തിമു പറഞ്ഞാൽ ടൊമാറ്റോ, തക്കാളി. തക്കാളി വെജിറ്റബിൾ ആണ് അല്ലേ, അപ്പോൾ താഴെ. അടുത്ത് ഹമാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാവ്. പ്രാവ് ഏത് വശത്താണ്? ഇവിടെ ഇടതുവശത്ത്. ബക്കറത്തുൻ പശു ഇവിടെ. ഉറാബുൻ ഇവിടെ. ഫൗസുൻ മഴു ഇവിടെ മുകളിൽ. ഖിയാറുൻ. ഖിയാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിയാർ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്, മനസ്സിലായോ? അടുത്ത് ദൽവുൻ. ദൽവുൻ എന്ന് പറഞ്ഞാൽ ബക്കറ്റ്. ബക്കറ്റ് വീട്ടുപകരണമാണ്. നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഖിയാർ എന്ന് പറഞ്ഞാൽ കക്കരി. നമ്മൾ നോക്കാം ഇവിടെ. നുലാഹിദുൽ മുദക്കറ വൽ മുഅന്നസ്. മുദക്കർ മുഅന്നസ് പറഞ്ഞാൽ എന്താ? മുദക്കർ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പറയുന്നു, മുഅന്നസ് പറഞ്ഞാലോ പെണ്ണുങ്ങൾക്ക് പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കാനാണ്. അതേപോലെ ഇവിടെ നമ്മൾ എഴുതാനൊന്നുമില്ല, നമ്മൾ പഠിക്കാനാണ്. അബ് പറഞ്ഞാൽ ഉപ്പ, ഉമ്മെന്ന് പറഞ്ഞാൽ ഉമ്മ. അപ്പോൾ ഓപ്പോസിറ്റുകൾ പഠിക്കുക അല്ലേ. ജദ് ജദ്ദത്ത്. ജദ് പറഞ്ഞാൽ ഉപ്പാപ്പ, ജദ്ദത്ത് പറഞ്ഞാൽ ഉമ്മാമ്മ. ജദ് ജദ്ദത്ത്, ജദ് ജദ്ദത്ത്. ഇബ്ന് ബിന്ത് ആൺകുട്ടി, മോന് മോള്, മോന് മോള്. ഇബ്ന് ബിന്ത്, ഇബ്ന് ബിന്ത് അല്ലേ. അടുത്തത് സ്വദീഖ് സ്വദീഖത്ത്. ഇത് എളുപ്പമുണ്ട് പഠിക്കാൻ അല്ലേ. ഇതിലൊരു താവ് കൊടുത്താൽ മതി, അപ്പോൾ ഓപ്പോസിറ്റായി. സ്വദീഖ് സ്വദീഖത്ത്. അടുത്ത് അഹ് ഉഖ്ത്. ഇവിടെയും എളുപ്പമുണ്ട്, ഇവിടെ ഒരു താവ് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ എന്ത് താണ്? നമ്മളെ പാമ്പിന്റെ തല പോലത്തെ താണ്, ഇവിടെ സാധാ താണ്. ദീക്കുൻ ദജാജത്തുൻ. ദീക്കുൻ ദജാജ. ഇവിടെ പേര് മൊത്തം മാറി അല്ലേ. അബു ഉമ്മ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അബിന്റെ ഓപ്പോസിറ്റ് ഉമ്മാണ്. പിന്നെ ജദ് ജദ്ദത്ത്. ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. എന്താ? അവസാനം താവ് കൊടുത്താൽ മതി. അപ്പൊ ഇതും പഠിച്ചു കഴിഞ്ഞു, ഇതും പഠിച്ചു കഴിഞ്ഞു, ഇതും പഠിച്ചു കഴിഞ്ഞു. ഇനി ഏതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ? ആകെ ഈ 2 പഠിക്കാനുള്ളൂ. ഇബ്ന് ബിന്ത്, ദീക്ക് ദജാജത്ത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? അറബി എഴുതാൻ. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. അറബി തന്നിട്ട് മലയാളം എഴുതാനോ, മലയാളം തന്നിട്ട് അറബി എഴുതാനോ എന്തായാലും പരീക്ഷയ്ക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പിതാവ് കസേരയിൽ ഇരുന്നു. പിതാവ് കസേരയിൽ ഇരുന്നു. ഇതിൽ എന്തെങ്കിലും നമുക്ക് അറിയാം? അറബി അറിയാം. എന്താ? അബ് അറിയാലേ, ഉപ്പ. പിതാവ് പറഞ്ഞാൽ ഉപ്പല്ലേ, അപ്പോൾ ഉപ്പാക്ക് എന്താ പറയുക? അബ്. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഉപ്പാന്റെ പേര് അബ് എന്നാണല്ലോ, അപ്പം നിങ്ങൾ അബ് എന്ന് എഴുതി നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. മനസ്സിലായുണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ഇരുന്നു എന്നതിൻ്റെ അറബി നമ്മൾ പഠിക്കണം. അതിനെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച പാഠത്തിൽ ഉണ്ടാകും, ഇനി ഇന്ന് പഠിച്ച പാഠത്തിലുണ്ട്. ഇവിടെ ജലസൂ എന്ന് കണ്ടോ? ജലസൂ, അവരിരുന്നു. അപ്പോൾ ജലസൂ വേണ്ട, വെറും ഈ വാവ് കട്ടി ജലസ മതി. ജലസ. അപ്പം എന്താ? ജലസൽ അബു, ഉപ്പ ഇരുന്നു. ഫിൽ കുർസിയി, കസേരയിൽ. കുർസി എന്ന് വരും കേട്ടോ. അടുത്ത ജാസിർ മഗ്രിബ് നിസ്കരിച്ചു. നിസ്കരിക്കുക എന്നുള്ള മഗ്രിബിന് മഗ്രിബ് തന്നെ പറയാം. നിസ്കരിക്കണേന് എന്താ പറയാ? അത് പഠിച്ചാൽ മതി. എന്താണ്? സ്വല്ല. അപ്പോൾ സ്വല്ല ജാസിർ സ്വലാത്തൽ മഗ്രിബ്. സ്വല്ല ജാസിർ സ്വലാത്തൽ മഗ്രിബ്. അനീസ് കൈ കഴുകി. എങ്ങനെ പറയാ? കൈനെന്താ പറയാ? കൈക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കൈ എന്നുള്ളതിന് എന്താ പറയാ? യദ് എന്ന് പറയാം അല്ലെ, യദ്. അപ്പോൾ കൈ കഴുകുക എന്നുള്ള വാക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ഗസല എന്നാണ് പഠിക്കുക. എന്താണ്? ഗസല. ഇവിടെ ഗസ്ല് കണ്ടില്ലേ? ഗസ്ലുൽ യദ്. അത് ഈ സീന് ഇവിടെ സുക്കൂൻ, ആ സുക്കൂന് മാറ്റിയിട്ട് എന്താക്കുക? ഫതഹാക്കുക. ഇവിടെയും ഫതഹാക്കുക. അപ്പോൾ ഗസല. അപ്പോൾ ഇവിടെ എന്താ വരിക? ഗസല. ഗസല അനീസുൻ യദ. അനീസ് കൈ കഴുകി. ഗസല അനീസുൻ അൽ യദ. അനീസ് കൈ കഴുകി. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും കേട്ടോ. ഇത് 4ാം ക്ലാസ്സുകാർക്കൊക്കെ ഇഷ്ടം പോലെ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. എന്താണ്? ജംഅ എഴുതാനാണ്. ജംഅ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ആളുകൾക്ക് എങ്ങനെ പറയാം? ഉളു എന്ന് പറഞ്ഞാൽ ഒരാൾ, അള്ളാഹ് പറഞ്ഞാൽ കുറേ ആളുകൾ. അതായത് വീട്ടിലെ ഒരാൾക്ക് എന്താ പറയുക? ഉളു. വീട്ടിലെ കുറേ ആളുകൾക്ക് അള്ളാഹ്. സഹറത്ത് ഒരു പൂവ്, അസ്ഹാർ പൂക്കൾ, ത്വാവിലത്ത് ഒരു ടേബിൾ, ത്വാവിലാത്ത് ടേബിളുകൾ. ത്വാവിലത്ത് ത്വാവില. അടുത്ത നക്റമിൽ ഖുർആൻ നക്തശു മിൻഹു അസ്മാൽ ജിഹാത്തി വനഹത്തു തഹ്തഹ. നമ്മളിപ്പോൾ പാഠത്തിൽ പഠിച്ച 6 വാക്കുകളുണ്ട് അല്ലേ? യമീന്, ഷിമാല്, അമാമ്, വറാ, തഹ്ത്ത്, ഫൗക്ക്. അത് ഈ ഖുർആൻ ആയത്തിൽ എവിടെ വരുന്നത്? അതിന് അടിവരടാന. നോക്കാം. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തഹ്ത്ത്. വറഫഅന ഫൗഖഹും. കണ്ടോ? ഫൗഖ. അനിൽ യമീൻ, യമീൻ. വഅനി ഷിമാൽ, ഷിമാൽ. ഫനബദൂഹു വറാ, വറാ. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുർ അമാമ വകാന തഹ്ത. അടുത്തതോ? അടുത്തത് കോപ്പി എഴുതാനാണ്.
അപ്പോൾ അതാണ് ഈ പാഠം. ഈ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഭാഗം, അതായത് നിങ്ങൾക്ക് മലയാളം തന്ന അറബി എഴുതാൻ, ഇത് പരീക്ഷയ്ക്ക് അറബി തന്ന മലയാളം എഴുതാൻ രണ്ടും വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം, എന്താണ് ജംഅ എഴുതുന്ന ഭാഗം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവിടെ നിങ്ങൾക്ക് വന്ന ഭാഗങ്ങളുടെ പേര്, അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥങ്ങൾ, പിന്നെ ഭാഗങ്ങളുടെ ഓപ്പോസിറ്റ്. ഇതാണ് ഈ പാഠത്തിലെ മർമ്മപ്രധാനമായത്. അത് നന്നായി എല്ലാവരും പഠിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.